संस्तुतं समस्तसात्वतानुतं हलायुधादिसंयुतं नमामि राधिकाधिपम् चतुर्मुखादिसंस्तुतं समस्तसात्वतानुतं हलायुधादिसंयुतं नमामि राधिकाधिपम्. നമസ്കാരം. ഓണക്കാലമാണ്. ഓണക്കാലം എന്നത് ആഘോഷങ്ങളുടെ മാത്രമല്ല, നന്മയുടെയും ഒരുമയുടെയും ഒത്തുചേരലുകളുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ കാലമാണ്. ഈ ഓണ ദിവസത്തിൽ നമ്മോടൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം. തിരുവനന്തപുരത്തിൻ്റെ മേയറായി അധികാരമേറ്റ് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ മേയർ ദൈത്യകാലകം സഗോപഗോപിപാലകം തമോംബുരാശിതാരകം നമാമി രാധികാധിപം. ബകാദിദൈത്യകാലകം സഗോപഗോപിപാലകം തമോംബുരാശിതാരകം നമാമി രാധികാധിപം. സുരേന്ദ്രഗർവഭഞ്ജനം വിരിഞ്ചമോഹഭഞ്ജനം പ്രജാംഗനാനുരഞ്ജനം നമാമി രാധികാധിപം. നമസ്കാരം, സ്വാഗതം, ഓണാശംസകൾ. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വിശേഷങ്ങൾ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്കളുടെ വിശ്വാസത്തെക്കുറിച്ചും ഓണക്കാലത്തെക്കുറിച്ചും ഒക്കെ അറിയാനാണ് നമുക്ക് ആഗ്രഹമുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ മുഖബൂർ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു മണ്ണിലാണ്, ഒരു അമ്പല നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അമ്പലവുമായി, ഈ ക്ഷേത്രവുമായിട്ടുള്ള ഒരു ബന്ധം, അടുപ്പം, അതേക്കുറിച്ച് പറയാം. ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരു 200 മീറ്റർ, ഒരു 200-300 മീറ്റർ അകലെയാണ് ഞാൻ വളർന്ന വീട്. ജനിച്ചത് ഇവിടെയല്ല, പക്ഷേ ഞാൻ അറിവുള്ള കാലം മുതൽ തന്നെ വളർന്ന വീട് ഇവിടെയാണ്. അപ്പോൾ അറിവുള്ള സമയത്ത് മുതൽ തന്നെ ആദ്യം വീട്ടിലുള്ള മുതിർന്ന എല്ലാവരോടൊക്കെ വരുന്ന അമ്പലം ഇതാണ്. അന്ന് വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഏറെക്കുറെ ആഴ്ചയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആരുടെയെങ്കിലും കൂടെ ബളം കാണിച്ചോ കരഞ്ഞോ ഒക്കെ കൂടെ വരുമായിരുന്നു. പിന്നീട് അങ്ങനെ വന്ന് ഒരു അറ്റാച്ച്മെൻറ്റായി. അതിനുശേഷം പിന്നെ ശബരിമലയിൽ പോകുന്നത് കെട്ട് നിറയ്ക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ വന്നപ്പോഴേക്കും ക്ഷേത്രോത്സവ കമ്മിറ്റി പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വളരെ ചെറുപ്പത്തിൽ ചെറിയ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ടായ സൗഹൃദം, പിന്നെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ നല്ലൊരു ബേസ് ഇവിടെ നിന്ന് തന്നെയാണ് ലഭിച്ചത്. ആ സമയത്തെ ഉള്ളൊരു വിശ്വാസമാണ്. ഈ അമ്പലം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു അമ്പലമായിരുന്നു. അവിടെ നിന്നും എനിക്കൊന്ന് താങ്കളും കൂടെയൊക്കെ ചേർന്നുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ ഒരു സ്ഥിതിയിലേക്ക് വന്നത്. ഏതൊരു ജീവിതത്തിലും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമെത്തുമ്പോഴാണ് കൂടുതലും ഈ വിശ്വാസം, ദൈവവിശ്വാസം എന്നതിലേക്ക് കടക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ? അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ ഒരുപക്ഷേ മുമ്പ് എൻഗേജ് ആയത് ഇവിടെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. വിശ്വാസം എപ്പോഴും ഉണ്ട്. പിന്നെ പ്രതിസന്ധി വരുമ്പോഴേക്കും എല്ലാ മനുഷ്യരെയും പോലെ കൂടുതൽ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ ഈശ്വരനെ വിളിക്കും എല്ലാവരും. പക്ഷെ ഞാൻ അങ്ങനെ മാത്രമായിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പൊതുപ്രവർത്തനം സജീവമാവുന്നത് ഇവിടുത്തെ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ABP BJP ഒക്കെ സജീവമാവുന്നതിന് മുൻപ് തന്നെ ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സജീവമായതാണ്. ഈ വിശ്വാസവും പൊതുപ്രവർത്തനവും തമ്മിൽ എങ്ങനെ നമുക്ക് അതിനെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അല്ല, അങ്ങനെ ചോദിച്ചാൽ വിശ്വാസം പൊതുപ്രവർത്തനം സജീവമാവുന്നതിന് മുമ്പൊക്കെ തന്നെ ആരംഭിച്ചതാണ്. എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കും. നമ്മളൊരു ഈശ്വര വിശ്വാസിയാകുമ്പോഴേക്കും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയൊക്കെ തന്നെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പരസ്പരം റെസ്പെക്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ കൂടുതൽ സൗഹാർദ്ദവും സൗഹൃദവും ഒക്കെ ഉണ്ടാവും.
മേയറുടെ ഭാര്യ നമ്മോടൊപ്പം ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ശ്രീമതി നിത്യ. ഓണാശംസകൾ. ഒരുപാട് തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തിരക്കുകളാണ്. ഈ തിരക്കുകൾക്കിടയിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു പക്ഷേ എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തന്നെ തിരക്കായിരുന്നു. അപ്പോഴേ അറിയായിരുന്നു, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ആദ്യം കുറച്ച് നാളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് അനുസരിച്ച് ഞാൻ തന്നെ ഇപ്പം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഈ പ്രത്യേകിച്ചും ഇങ്ങനെ തിരക്കുകളുള്ളവരാകുമ്പോൾ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ടോ? ഓണം, അതുപോലെ പിറന്നാൾ? പക്ഷേ പറയുന്ന സമയത്ത് എത്തൂല. കുറച്ച് സമയത്തേക്ക് 1 മണി എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി. ആദ്യമൊക്കെ ഞങ്ങൾ റിട്ടയർഡ് ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് അറിയാം ഒരു കോംപ്രമൈസ് ആണ്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ, അവർക്കും സമയം കുറച്ചല്ലേ കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഞങ്ങൾക്കറിയാം ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഞങ്ങൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ മേയറുടെ ഇത്രയും സമയം തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി നൽകാൻ കഴിയുന്നത് നമുക്ക് ശ്രീമതി നിത്യയോടും കൂടി നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. കാരണം വീട്ടിലിരിക്കുന്നവരാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ സമയം കിട്ടാതെ പോകുന്നത്. മക്കളൊക്കെ ഇപ്പം ഒരാൾ ഡൽഹിയിലാണ്, ഒരാൾ 9th. പക്ഷെ ഞാൻ അത് പ്രശ്നം എനിക്കില്ലാത്ത വെച്ചാൽ ഞാൻ കുട്ടികളുടെ കൂടെ എൻഗേജിലാണ്. ഇളയാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ കൂടെയാണ് പോകുന്നത്. അപ്പൊ എനിക്കത് ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ ഞാൻ വീട്ടിൽ ഇരിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അത്രയും ഫീൽ ചെയ്യാത്തത്. മൂത്ത ആളിപ്പം LLBക്ക് പഠിക്കുന്നു ഡൽഹിയിൽ. അതുവരെ അവന്റെയും കാര്യങ്ങൾ. അതെ, രണ്ടാമത്തെ ആള് ക്രിക്കറ്റ് പ്ലെയർ ആണ് അല്ലേ? അപ്പൊ അവന്റെ കോച്ചിങ്, അവന്റെ അത് തന്നെ എനിക്കൊന്ന് നല്ല സമയം എടുക്കും. അതാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യാത്തത്. അണ്ടർ 17, അണ്ടർ 14, അണ്ടർ 16 ലേക്ക് പോവാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ നേരത്തെ? കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ തിരക്കും, പിന്നെ 2 ആൺകുട്ടികളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ കറക്റ്റ് നോക്കാൻ പറ്റാത്തത് കൊണ്ട് വീടിനെ ഭരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഇരിക്കുമ്പം തന്നെ അറിയാം അദ്ദേഹത്തിന് ഈ ഒരു നാടുമായിട്ടും ഈ അമ്പലവുമായിട്ടും ഒക്കെയുള്ളൊരു കണക്ഷൻ. കാരണം ഇവിടെ വരുന്ന ഓരോരുത്തരെയും നേരിട്ടറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇനി ഈ ഒരു തിരക്കുകൾക്കിടയിൽ എത്രത്തോളം ഇങ്ങനെ ഒരു ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാറുണ്ട്? അല്ല, നിശ്ചിത ദിവസത്തിൽ ഒക്കെ വരാൻ അങ്ങനെ സാധിക്കാറില്ല. അല്ല, കിട്ടുന്ന സമയം ഇതുവഴി വരുമ്പോഴോ അല്ലെങ്കിൽ സമയം കിട്ടുന്ന ദിവസം കൊണ്ടോ ഇവിടെ വരും, ക്ഷേത്ര ദർശനം നടത്തും. പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ മുൻകാല സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരുമായിട്ട് കാണും, കണ്ട് കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചിട്ട് പോകും. അതൊരു സന്തോഷം. പിന്നെ പരമാവധി തിരുവോണത്തിന് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഫാമിലി ആയിട്ട് ഇവിടെ രാവിലെ വരാറുണ്ട്. എനിക്ക് ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ വർഷവും വന്നിട്ടുണ്ടല്ലേ, എല്ലാ വർഷവും. അതിനു മുമ്പ് ഇവിടെ തന്നെയായിരുന്നു തിരുവോണത്തിനൊക്കെ. അങ്ങനെ സന്തോഷമൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് അടുത്ത തലമുറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഉള്ള അവർക്കുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ദൈവവിശ്വാസം എങ്ങനെ അതിനെ കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും? അല്ല, എനിക്ക് അതിൽ തോന്നുന്നത് ഈശ്വരവിശ്വാസം ഉള്ളവരുണ്ട്. പിന്നെ എല്ലാവരും വിശ്വസിക്കണമെന്നോ എല്ലാവരും ആചാരങ്ങൾ നടത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരം ഇത് നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം നിലനിൽക്കേണ്ടത് ആരുടെയും ഭൂമി വെട്ടിപ്പിടിക്കാൻ പോകാതെ, ആരുടെയും ഭൂമിക്കടിയുള്ള ഇന്ധനം കവർന്നെടുക്കാൻ പോകാതെ, എന്നാൽ നമ്മളുടെ ശക്തി പ്രകടിപ്പിച്ച് നമ്മുടെ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൾച്ചറുണ്ട്. ആ ഒരു കൾച്ചർ നിലനിൽക്കണമെങ്കിൽ പിന്നെ മറ്റുള്ള വൈദേശിക സംസ്കാരങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ച് അവസരം കൊടുക്കുന്ന ഒരു രീതിയാണ് ഭാരതത്തിലുള്ളത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രീതിയാണ് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം. അത് നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ തലമുറയിൽ പരമാവധി എല്ലാവരും ഇതൊക്കെ തന്നെ പിന്തുടർന്നാൽ നമ്മുടെ രാജ്യം കൂടുതൽ കരുത്താകും. പക്ഷേ നമുക്ക് ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുകയില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിലൊക്കെ ഇതിന് വിരുദ്ധമായ ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ 70കളുടെ അവസാനമൊക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടുള്ള നിരീശ്വരവാദം, ക്ഷേത്രങ്ങൾ തകർക്കണം, പിടിച്ചടക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടം വരെ അതുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ക്ഷേത്രങ്ങളോ സംസ്കാരമോ ആചാരമോ അനുഷ്ഠാനങ്ങളോ തകർന്നു പോയില്ലല്ലോ. ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് യങ്സ്റ്റേഴ്സ് തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ
കാലാനുസൃതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആരെയും നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാതിരിക്കാനും പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് കുറേ കൂടെ കമേഴ്ഷ്യൽ ആയിട്ടുണ്ട്. ഒരുപാട് ഒരു മാർക്കറ്റിംഗിൻ്റെ സീസണായി ഓണം മാറിക്കഴിഞ്ഞു. അത്ര അധികം തിരക്കാണ് നമ്മൾ കാണുന്നത്. താങ്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും കൂടി. അല്ല, അതിൽ ഇത് പറഞ്ഞതിൽ കുറച്ച് വസ്തുതയുണ്ട്. കാര്യം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഓണമെന്ന് പറയുമ്പോഴേക്കും അത്തം മുതൽ തുടങ്ങുന്ന മുതലും അത്തപ്പൂവിന് മുമ്പേ പൂ തയ്യാറാക്കാൻ വേണ്ടി ചെടി നടുന്നത് മുതലുള്ള ഓണമാണ്. വരാൻ പോകുന്ന കുറേ നല്ല ദിവസങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് പിന്നെ പന്ത് വാങ്ങണം, കളിക്കണം എന്നൊക്കെയുള്ള ഒക്കെയായിരുന്നു. അതിനുശേഷം അത്തപ്പൂടുന്ന 10 ദിവസം ഓണമാണ്. തിരുവോണത്തിൻ്റെ അന്ന് തളരുകയില്ല. തലേദിവസം രാത്രി മുഴുവനും ഉറക്കം എഴുന്നേറ്റിരുന്നിട്ട് അത്തപ്പൂട്ടാലും തിരുവോണത്തിൻ്റെ രാവിലെ വീണ്ടും സജീവമാണ്. പിന്നെ ഒരു 5-6 ദിവസവും ഓണമാണ്. ഇതാണ് ഇപ്പോഴും മനസ്സിനെ ചെറുപ്പമാക്കി നിൽക്കുന്ന ഓർമ്മകൾ. പക്ഷേ ഇതിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ കുട്ടികൾ അത്തപ്പൂവിന് പൂ പറിച്ചൊന്നും അങ്ങനെയുള്ള എല്ലാവരും അതിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന അമ്പലത്തിലാണെങ്കിൽ പോലും എനിക്കൊന്ന് ഞങ്ങളൊക്കെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ പൂ പറിച്ചുകൊണ്ട് അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകിൽ ചാല അല്ലെങ്കിൽ തോവാള ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം ഒന്നുകിൽ അവരിവിടെ എത്തിക്കും, അല്ലെങ്കിൽ പോയിട്ട് വാങ്ങിയിട്ട് അതും മാറി കുറച്ചും കൂടി ഇൻസ്റ്റന്റ് ആയിട്ടുണ്ട്, ഓർഡർ ചെയ്താൽ വരും, ആ രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും തടയാൻ പറ്റില്ല. നിങ്ങൾ ചെടി നട്ട് പൂ പറിച്ചിടണമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതികൾ മാറുകയാണ്. ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്കും ഓണത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നതായിരിക്കും. അതിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ കൊമേഴ്സ്യലാവുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിവാഹം തന്നെ എടുത്താൽ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരാണ് ചടങ്ങുകൾ നിശ്ചയിക്കുന്നത്. ഒരു 10 വർഷം മുമ്പൊക്കെ ഞങ്ങളൊക്കെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പാചകത്തിൻ്റെ സഹായിക്കാനും വിളമ്പാനും ഒക്കെ ഇവിടെ ഈ നാട്ടിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അതിന് 1-2 ആഴ്ച മുമ്പ് ഞങ്ങളൊക്കെ തന്നെയായിരിക്കും അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അവസാനം വരെ ഈ മറുവീട് ചടങ്ങ് വരെ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ താലികെട്ടൊക്കെ 2-3 മിനിറ്റ് കൊണ്ടങ്ങ് കഴിയുമായിരുന്നു. ഇപ്പോൾ താലികെട്ടൊക്കെ ചിലപ്പോൾ ഒരു 2 മണിക്കൂറാണ്. ഇത് ഞാൻ ഓരോ കല്യാണ സ്ഥലത്തിലും പുതിയ ചടങ്ങുകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നിർബന്ധമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരാണ്. പിന്നെ മാറിയ സാമ്പത്തിക സാഹചര്യത്തിൽ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയപ്പോഴേക്കും ജനങ്ങൾ വേറെ കുറേ തയ്യാറായി വരുന്നു. അപ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന ടോട്ടൽ ഉണ്ടാകുന്ന മാറ്റം എല്ലാ മേഖലയിലും പ്രകടമാകുന്നുണ്ട്. തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഒരു ഓർമ്മകളെ നമുക്ക് ചേർത്ത് പിടിച്ച് അടുത്ത തലമുറയിലേക്കും കൂടി നമുക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു ഓണവിശേഷമോ ഓണക്കാലമോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലോ? അല്ല, ഓരോ ഓണത്തും ഓരോ പ്രത്യേകത ഉള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ചില ദിവസങ്ങളിൽ എനിക്കൊന്ന് 2000 ആണെന്ന് തോന്നുന്നു, ചില തിരുവോണ ദിവസങ്ങളിൽ ഞങ്ങൾ സമരത്തിലായിരുന്നു. ഞങ്ങളുടെ ചില കള്ളക്കേസുകളിലൊക്കെ കുടുക്കിയിട്ട് ഞങ്ങളുടെ ഒരു 100 മുതിർന്ന ആൾക്കാരെ ഉൾപ്പെടെ തിരുവോണ സമയത്ത് ജയിലിലായിരുന്നു. 2000 ഒരു +2 മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് തിരുവോണ ദിവസം ഞങ്ങൾ ഉപവാസത്തിലായിരുന്നു. ഇങ്ങനെ ചില ഓണങ്ങൾ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ അതൊരു സമരത്തിൽ ദിവസമായിരുന്നു തിരുവോണം. അങ്ങനെയൊക്കെ ചില ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കി അങ്ങനെ വലിയ സമരമൊന്നും ഇല്ലായിരുന്ന ഓണങ്ങൾ ആണ് ഏറെക്കുറെയല്ല. 1-2 ഓണം ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള സമരമൊന്നും ഇല്ലാത്ത ഓണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നാട്ടിലോ കുടുംബത്തോടൊപ്പം ആയിരിക്കും. അത് മുമ്പൊക്കെ 8-10 ദിവസമൊക്കെ ഓണമായിരുന്നെങ്കിൽ ഇതിപ്പോൾ 1 ദിവസത്തിലോ 1.5 ദിവസത്തിലോ ഒക്കെ ചുരുങ്ങുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. കാരണം സമയക്കുറവ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷം ആയിട്ട് ചതയ ദിനം, അവിട്ടം, ഇതൊക്കെ ഈ ദിനങ്ങളിലൊക്കെ തന്നെ നാട്ടിലുണ്ടാവേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ യാത്രകളൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ ചതയദിനത്തിനൊക്കെ ഒരുപാട് പരിപാടികളുണ്ടാവും. അതുകൊണ്ട് തിരുവോണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 3-4 ദിവസം തുടർച്ചയായിട്ട് പ്രോഗ്രാം ഉണ്ടാവും. അതോടൊപ്പം ഈ ക്ലബ്ബുകളുടെ പരിപാടി, റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാവുന്നുള്ളതുകൊണ്ട് അതിലൊക്കെ പങ്കെടുത്ത് ആ ഓണാഘോഷങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. പൊതുവേ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് ഓണക്കാലം. ഇപ്പോൾ ഈ വർഷം തിരുവനന്തപുരത്ത്, ഇനിയിപ്പോൾ ഈ 5 വർഷം തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കണമല്ലോ. ഈ തിരുവനന്തപുരത്ത് ഒരു പുതിയൊരു അധ്യായമാണ് ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചും താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചും ഒക്കെ ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെ പോകുന്നു? വളരെ വളരെ ആത്മവിശ്വാസമുണ്ട്, വളരെ സന്തോഷമുണ്ട്. വളരെ വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് വിമർശിക്കണമെന്ന്
നിലപാട് സ്വീകരിക്കുന്ന കാര്യങ്ങൾ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അത് ഞങ്ങൾക്ക് തിരുത്താനുള്ള അവസരം നൽകിക്കൊണ്ട് അങ്ങനെ വരാറുണ്ട്. സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വളരെ വലിയ പിന്തുണയും ആത്മവിശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. ശ്രീരാമനും രാജ്യം ഭരിച്ചു, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. എങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഇതിനെയൊക്കെ ചേർത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, പുണർദം നക്ഷത്രത്തിൽ ജനിച്ചതേ ഉള്ളൂ. ശ്രീരാമൻ്റെ പാരമ്പര്യ ചരിത്രമൊക്കെ അല്ല, അത്രയൊന്നും നമുക്ക് വേണ്ട. അത്രയൊന്നും വേണ്ട നമുക്ക്. അല്ല, ഇതൊക്കെ യാദൃച്ഛികമായിട്ട് ഒന്ന് പെടുന്നതാണല്ലോ. ഇപ്പോൾ മേയറാവുമെന്നോ അല്ലെങ്കിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആവുമെന്നോ സംസ്ഥാന സെക്രട്ടറി ആവുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമുള്ളൊരു കുടുംബമായിരുന്നു. പിന്നെ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾ സാധാരണക്കാരായ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതിലേ വളരാനുള്ള അവസരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ അറിയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. ഗ്രാമപ്രദേശത്തെ എല്ലാ നന്മകളും എല്ലാ വിഷമതകളുള്ള ഗവൺമെൻറ് സ്കൂളായിരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിലൊക്കെ അന്ന് തന്നെ ഇൻവോൾവ് ചെയ്തു തുടങ്ങി. പിന്നീട് മുന്നോട്ട് പോയപ്പോഴേക്കും ഉണ്ടായ സാഹചര്യമാണ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ അതോടൊപ്പം തന്നെ മേയർ പോസ്റ്റ് പദവിയൊക്കെ. പിന്നെ ഈ നമ്മൾ ചെന്നെത്തുന്ന പോസ്റ്റിൽ അല്ലെങ്കിൽ പദവിയിൽ ആ ഉത്തരവാദിത്വത്തിൽ പരമാവധി ഭംഗിയാക്കി ചെയ്യുക എന്നുള്ള ഒരു ശൈലി ചെറിയ പ്രായം മുതലേ ഡെവലപ്പ് ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ വിവിധ ചുമതല, ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറി 18ാമത്തെ വയസ്സിൽ, അതിനു മുമ്പ് തന്നെ കമ്മിറ്റിയിലുണ്ട്. 18ാമത്തെ വയസ്സിൽ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറിയായി. ഇപ്പം നമ്മളിരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ ഞങ്ങൾ ആ സമയത്ത് അന്ന് വയലായിരുന്നു ഇവിടെ, ഞങ്ങൾ വാങ്ങിയതാണ്. അന്നൊരു സ്കൂട്ടർ മാത്രമേ വരുള്ളൂ, സൈക്കിൾ സ്കൂട്ടർ മാത്രമേ വരുള്ളൂ, കാറൊന്നും വരില്ല. ഞങ്ങൾ തന്നെ പലയിടത്തും മണ്ണ് കൊണ്ട് തലച്ചുകൊണ്ടായിട്ട് മണ്ണ് കൊണ്ടിട്ട് നികത്തിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയത്. ഇങ്ങനെ ഇപ്പോൾ സപ്താഹം ഈ ക്ഷേത്രത്തിൽ ആദ്യം ഞങ്ങളിവിടെ സപ്താഹം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി 7 ദിവസവും സദ്യ കൊടുക്കണം. ഈ 7 ദിവസം സദ്യയ്ക്കുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതിസന്ധി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ഭാഗത്തിരുന്നാണ് കമ്മിറ്റി കൂടിയത്. അപ്പോൾ അന്ന് ഇവിടെ വലിയൊരു മതിലാണ്. ഇവിടെ പുറത്ത് വന്നിട്ട് തന്നെ ഒരു ദിവസത്തെ സദ്യ സ്പോൺസർ ചെയ്തു. നിങ്ങൾ സപ്താഹം ആരംഭിക്കുകയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസിൽ നിന്നാണ് ഞങ്ങൾ 6 ദിവസത്തേക്കും കൂടെ സദ്യയ്ക്ക് ആൾക്കാരെ കണ്ടെത്താൻ, ഈ ദക്ഷിണ കൊടുക്കാനുള്ള പൈസ സംഘടിപ്പിക്കാൻ ഇറങ്ങിയത്. ആ വർഷം ഒന്ന് നടത്തി, കഴിഞ്ഞുപോയി. കുറച്ച് കടമുണ്ടായാലും കഴിഞ്ഞുപോയി. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്നിട്ട്, പിന്നെ എല്ലാ വർഷവും സപ്താഹം ഞാൻ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് ഞാൻ അവരുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ അന്വേഷിച്ചപ്പോഴേക്കും അടുത്ത 5-10 വർഷത്തേക്ക് ഏറെക്കുറെ എല്ലാ ദിവസത്തേക്കുള്ള ബുക്കിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യമേ ഇത് ചെയ്തപ്പോൾ ഉണ്ടായൊരു കോൺഫിഡൻസ് ഉണ്ട്, സിൻസിയറായിട്ട് നിന്ന് കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ആ ചെറിയ പ്രായത്തിലെ ബിൽഡ് ചെയ്തു വന്ന ഒരു ശേഷി ഇപ്പോൾ മേയറായപ്പോഴും നമുക്ക് ഗുണപ്പെടുന്നുണ്ട്. അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് പൊതുപ്രവർത്തനം നടത്താൻ തോന്നിപ്പിച്ച ചില വികാരങ്ങൾ ഇവിടുത്തെ ഈ ഒരു പ്രവർത്തനമൊക്കെ തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റുള്ള പൊതുസമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടാം. ഇവിടെ ഞങ്ങൾ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ ആശയപരമായിട്ടൊക്കെ വ്യത്യസ്തമായിരിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോഴേക്കും പരമാവധി ഒരുമിച്ച് നിന്നിട്ട് അതിനുള്ളിൽ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ ആർക്കാണോ ഏറ്റവും നന്നായിട്ടൊരു കാര്യം ചെയ്യാൻ ശേഷിയുള്ളത് അവർ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ തോന്നി. ഇപ്പോൾ കോർപ്പറേഷൻ മേയറായപ്പോഴും വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരൊക്കെ നല്ല ശക്തരായ നേതാക്കന്മാർ സഭയിലുള്ളപ്പോഴും കോർപ്പറേഷൻ്റെ വികസന കാര്യങ്ങൾ പരമാവധി അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ആശയപരമായി എന്നോട് വിയോജിപ്പുള്ള ജീവനക്കാരാണ് അവിടെ ഉള്ളത് ഏറെക്കുറെ എല്ലാവരും. വർഷങ്ങളായി എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണല്ലോ. പക്ഷേ ആ ജീവനക്കാരെ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എന്നാൽ പൊതുസമൂഹത്തിന് നന്മ വരുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവർത്തിച്ച് കിട്ടിയ ഈ ഒരു ശേഷിയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മേയറായി ചുമതലയേൽക്കുമ്പോൾ ഒരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട, തിരുവനന്തപുരം സിറ്റി നഗരം എന്ന് പറയുന്ന ഒരു നഗരത്തെ അധിപനായി ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു ചാലഞ്ച് എന്തായിരിക്കാം സിറ്റിയിൽ? അല്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാര്യത്തിനെ ചലഞ്ചായിട്ട് കാണുന്നില്ല. അത് അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ചുമതലയേൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും നമ്മുടെ മുമ്പിൽ ചലഞ്ചല്ല, എല്ലാ അവസരങ്ങളാണ്. ഈ കാര്യങ്ങൾ തരണം ചെയ്ത് പോകാനുള്ള അവസരങ്ങളാണ്. ഓരോ കാര്യവും തരണം ചെയ്യുന്നതിലൂടെ, ഓരോ ഘട്ടവും തരണം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആത്മവിശ്വാസം കൂടും. ചിലപ്പോൾ ആ ഘട്ടം തരണം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ അടുത്ത സൊല്യൂഷനിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ പുതിയൊരു അന്വേഷണം അല്ലെങ്കിൽ പുതിയൊരു പഠനമായിരിക്കും. അത് മുൻപോട്ടുള്ള പ്രവർത്തനം മുതൽക്കൂട്ടായിരിക്കും. ഇപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ
കഴിഞ്ഞ അവസാന കൗൺസിൽ ഫേസ് ചെയ്തുള്ള സാഹചര്യം ഫേസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലും ആദ്യമായിട്ടാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വാർത്ത വന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു, ഇതൊക്കെ വന്നു. ഞങ്ങൾക്കും എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള കുറിച്ചുള്ള ആശങ്കകളുണ്ടായി ഒക്കെ ഉണ്ടായി. പക്ഷേ അത് തരണം ചെയ്യാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുതിയ റൂട്ടുകളിലേക്ക് പോയി തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഇങ്ങനെ വന്നാൽ ഇത്തരത്തിൽ മുമ്പോട്ട് പോകാം. അപ്പോൾ ഓരോ ഘട്ടവും തരണം ചെയ്യുന്നത് കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. ഈ ഓണക്കാലത്ത് നമ്മൾ ഇപ്പോൾ മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഒരു ആഘോഷമാണ് ഓണം. അതിലൊരു സന്ദേശമുണ്ട്. അതായത് പ്രജകളെ വന്ന് കാണുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല നാളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ കോർപ്പറേഷൻ മുൻപിൽ വെച്ചിട്ടുള്ള ലക്ഷ്യം പറഞ്ഞിട്ടുകൊണ്ട് അതിലേക്ക് വരാം. 2047 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയും. ഈ 100 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമായിട്ട് നമ്മുടെ ഭാരതം മാറണം. അതിനുവേണ്ടി ആയിരിക്കണം, അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ മഹാബലിയുടെ ഭരണകാലത്തുള്ളതുപോലെ മറ്റുള്ളവരോടൊക്കെ തന്നെ നീതിപൂർവം പ്രവർത്തിക്കുക. അത് ഭരണാധികാരികൾ, ഇപ്പം ഞാൻ മേയറാണ്, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പം മഹാബലിയുടെ കാലം പോലെ കൊണ്ടുവരാനൊന്നും സാധിക്കുമില്ല എന്നുള്ളതല്ല. അതിലപ്പുറം നമ്മളൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ഓരോരുത്തരും അതിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുക. നമ്മൾ ഏതൊരു വർക്ക് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആത്യന്തികമായിട്ട് നമ്മുടെ നാടിൻ്റെ, രാജ്യത്തിൻ്റെ നന്മയായിരിക്കണം ലക്ഷ്യം വയ്ക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറാൻ സാധിക്കും. അതിന് ഈ ആചാരാനുഷ്ഠാനങ്ങളും ഓണവും ദീപാവലിയും ഒക്കെ തന്നെ മുതൽക്കൂട്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത തലമുറയും അല്ലേ ഇതുപോലെ തന്നെ ഈ ആഘോഷങ്ങളെല്ലാം ഇതുപോലെ കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് കളർഫുൾ ആവുകയാണ്. തീർച്ചയായിട്ടും. ഈ ശ്രീ മുഖവൂർ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര നടയിൽ വെച്ച് നമ്മോടൊപ്പം ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും എനിക്കൊന്ന് നമ്മൾ വേറൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടും താങ്കൾക്ക് ഇത്രയും മാനസികമായ അടുപ്പമുള്ള ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവിധ ആരോഗ്യ സന്തോഷവും സ്നേഹം നിറഞ്ഞ ഓണാശംസകളും കൂടി നേരുന്നു. നന്ദി.